നമസ്കാരം. നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് പറഞ്ഞു പറ്റിക്കുന്നത്, എങ്ങനെയാണ് അവരെ കുരങ്ങ് കളിപ്പിക്കുന്നത് എന്നത് വെളിവാക്കുന്ന ഒരു രസകരമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ശബരിനാഥൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് എങ്കിൽ നമ്മുടെ പിണറായി വിജയൻ്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യസഭാ എം പിയും ഇംഗ്ലീഷ് പണ്ഡിതനുമായ എ റഹീമിന് പിണറായി വിജയൻ്റെ നിലപാടുകളെ ധിക്കരിക്കാനോ അതിനെ വെല്ലുവിളിക്കാനോ ഒരിക്കലും തന്നെ സാധിക്കില്ല. ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിൽ 11 അംഗങ്ങൾക്ക് പകരം 9 അംഗങ്ങളെ നിയമിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും 2 മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന 2 തസ്തികകളിൽ 2 നോൺ മുസ്ലിം മെമ്പർമാരെ നിയമിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് പിന്നാലെ ഞാനും മറ്റൊരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തു. എൻ്റെ ആവശ്യം 2 നോൺ മുസ്ലിം മെമ്പർമാരെ നിയമിക്കണം എന്നുള്ളത് മാത്രമായിരുന്നില്ല, മറിച്ച് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് ഉമീദ് ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരം അല്ല കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് 11 അംഗങ്ങൾ ഉള്ള ഒരു പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. എൻ്റെ ഹർജിയെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു സത്യവാങ്മൂലമാണ് വി.ഡി. സതീശൻ സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഒരു ഖണ്ഡിക മാത്രം വരുന്ന ഒരു സത്യവാങ്മൂലം. അതിൽ സർക്കാർ പറഞ്ഞു, നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ ഘടനയിൽ പല ന്യൂനതകളുമുണ്ട്, നിയമവിരുദ്ധതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് 11 അംഗങ്ങൾ വരുന്ന ഉമീദ് ആക്ടിൻ്റെ സെക്ഷൻ 14 പറയും പ്രകാരമുള്ള ഒരു പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണ് എന്നുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യപ്പെട്ടതിന് ശേഷം ഇവിടെ BJP ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു രസകരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷിയാകുന്നത്. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൻ്റെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം പറയുന്നത് തൻ്റെ സർക്കാർ 2026 ഫെബ്രുവരി മാസം 4-ാം തീയതി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൽ 2 തസ്തികകൾ ഒഴിച്ചിട്ടുകൊണ്ടും 2 നോൺ മുസ്ലിമുകളെ അപ്പോയിൻറ്റ് ചെയ്യാതെയും കേരളത്തിലെ മുസ്ലിമുകളുടെ താല്പര്യത്തെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പിണറായി വിജയൻ സർക്കാർ 4/2/2026 പുറപ്പെടുവിച്ച ഉത്തരവ് നാം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ഉമീദ് ആക്ടിലെ സെക്ഷൻ 14 നൽകുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കുന്നത് എന്നാണ്. അതിനുശേഷം അദ്ദേഹം 2 തസ്തികകൾ ഒഴിച്ചിട്ടു. ഈ ഉത്തരവിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഈ 2 തസ്തികകളും താമസം വിന എത്രയും പെട്ടെന്ന് നികത്തുന്നതായിരിക്കും എന്നും അവിടെ പറയുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും നിലപാട് തത്വത്തിൽ ഈ വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം മെമ്പർമാരെ നിയമിക്കണം എന്നുള്ളത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സതീശൻ സർക്കാർ വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം മെമ്പർമാരെ നിയമിക്കാൻ തയ്യാറാണ് എന്നുള്ള സത്യവാങ്മൂലം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിന് ശേഷം LDFും പല മുസ്ലിം സംഘടനകളും UDF സർക്കാരിനെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഷോൺ ജോർജിൻ്റെ ഹർജിയിലെ നിലവിലുള്ള വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിമുകളെ നിയമിക്കണം എന്നുള്ള ആവശ്യത്തിന് ഈ കേരള വഖഫ് ബോർഡിലെ മെമ്പർമാർ ആരും തന്നെ എതിരല്ല. ഇപ്പോഴത്തെ രാജ്യസഭ MP ആയ എ റഹീമും ഇപ്പോഴുള്ള വഖഫ് ബോർഡിലെ ഒരു അംഗമാണെന്നുള്ള കാര്യം കൂടി നാം പ്രത്യേകം മനസ്സിലാക്കണം. ഷോൺ ജോർജ് ആവശ്യപ്പെട്ട പ്രകാരം നിലവിലുള്ള വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിച്ചാൽ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിലെ മറ്റ് അംഗങ്ങൾക്ക് അവരുടെ തൽസ്ഥാനത്ത് തുടരാൻ സാധിക്കും, അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടില്ല. എന്നാൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെയും അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. ആ ഭയത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിലെ മറ്റ് അംഗങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മുക്കം ഫൈസിയും അതുപോലെ ഇപ്പോഴത്തെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായ KS ഹംസയും ആണ്. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നിലവിലുണ്ട്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞാലും കോടതി മുമ്പാകെ എത്തുമ്പോൾ തങ്ങൾ ആ നിലവിലുള്ള നിയമത്തെ അംഗീകരിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുമെന്നോ പറയാൻ ഒരിക്കലും തന്നെ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്.
തൽക്കാലം വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കേണ്ട കാര്യമില്ല എന്ന് കോടതിക്ക് പുറത്ത് നിലപാടെടുക്കുന്ന LDFും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ അതിനുള്ള കാരണമായി പറയുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ നിലവിലുണ്ട്. അതിൽ ഒരു അന്തിമ വിധി വന്നതിന് ശേഷം മാത്രം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ മതി എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? 2025 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നത്. തുടർന്ന് മുസ്ലിം ലീഗും നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ ഉൾപ്പെടുന്ന ഏകദേശം 50ഓളം പേർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ വാദം കേട്ടത് 2 അംഗ ബെഞ്ചായിരുന്നു. ആ കോടതി ഈ ഹർജിക്കാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഈ പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധതകൾ ചൂണ്ടിക്കാണിക്കൂ എന്നായിരുന്നു. അപ്പോൾ ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയ പ്രഗത്ഭരായ വക്കീലന്മാർ ആദ്യമായിട്ട് എടുത്തു കാണിച്ച വലിയ ഒരു കാര്യം ഈ വഖഫ് ബോർഡിലേക്കുള്ള മുസ്ലിം ഇതര അംഗങ്ങളുടെ നിയമനമായിരുന്നു. നിയമപരമായി വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് എൻറ്റിറ്റി അല്ല, മറിച്ച് ഒരു മതേതര സർക്കാരിൻ്റെ ഒരു ഓർഗൻ മാത്രമാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് മാത്രമാണ് നേരത്തെ സർക്കാർ വഖഫ് ബോർഡിലേക്കുള്ള നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിച്ചത്. കാരണം എന്താണ്? ഇത് സർക്കാരിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്നേ. എന്നാൽ തുടർന്ന് മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ആ ഉദ്യമത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയത്. എന്നാൽ ഇന്നും വഖഫ് ബോർഡിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ മുസ്ലിം ഇതര മതവിഭാഗക്കാരാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതിയും മറ്റ് ഹൈക്കോടതികളും നിയമ പുസ്തകങ്ങളും ഒക്കെ തന്നെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിമുകളെ നിയമിക്കാനുള്ള ഒരു സ്ഥാനമല്ല എന്ന് പല വിധികളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് കപിൽ സിബലിനും മനു അഭിഷേക് സിംഗ്വിക്കും ഒക്കെ ഈ മുസ്ലിമുകളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധതയാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ സ്ഥാപിക്കാൻ കഴിയാതെ പോയത്. അതിനാൽ മാത്രമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നും, എന്നാൽ അത് കൂടിയാൽ 3 പേരും കുറഞ്ഞത് 2 പേരും ആയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഒരു വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമമായി മാറിക്കഴിഞ്ഞു. ആ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ബോർഡിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒന്നും തന്നെ കോടതിയിൽ ചെന്നിട്ട് ഞാൻ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലവും ഫയൽ ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതിക്ക് പുറത്ത് LDFും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ പറയുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഒരു കേസ് നിലവിലുണ്ട്, അതിലുള്ള അന്തിമ വിധി വരുന്നതുവരെ മുസ്ലിം ഇതര അംഗങ്ങളെ ഈ വഖഫ് ബോർഡിൽ നിയമിക്കേണ്ടതില്ല എന്നാണ്. മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു. ആ 2 അംഗ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഹർജി പെൻഡിങ് ആയിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വീണ്ടും ഒരു 2 അംഗ ബെഞ്ചിന് നേരത്തെയുള്ള 2 അംഗ ബെഞ്ചിൻ്റെ നിഗമനം കണ്ടെത്തൽ തെറ്റാണെന്ന് ഒരിക്കലും വിധി പറയാൻ കഴിയില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു 3 അംഗ ബെഞ്ചിനോ 5 അംഗ ബെഞ്ചിനോ ഒക്കെ ആയിരിക്കണം. പക്ഷേ അങ്ങനെയുള്ള ഒരു ബെഞ്ചിൻ്റെ മുന്നിലല്ല ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഹർജി പെൻഡിങ് ആയിട്ട് നിലവിലുള്ളത്. അത് ഒരു 2 അംഗ ബെഞ്ചിൻ്റെ മുന്നിൽ മാത്രമാണ്. സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു ഹർജി പെൻഡിംഗ് ആണ്, അതിൻ്റെ അന്തിമ വിധി വന്നിട്ടില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നവർ ചെയ്യുന്നത്, അതിൻ്റെ ശ്രമം എന്ന് പറയുന്നത് ഈ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ്. കഴിഞ്ഞ 15-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ആ ഉത്തരവിനെതിരെ മുക്കം ഫൈസിയും വഖഫ് ബോർഡും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാണ്. എന്നാൽ ആ പ്രസ്താവന തികച്ചും തെറ്റായ ഒന്നാണ്. അവർ മാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിൽ ഒന്നാമത്തെ ഹർജി എന്ന് പറയുന്നത് കേരള വഖഫ് ബോർഡും അതിൻ്റെ CEOയും അതിൻ്റെ ചെയർമാനും പിന്നെ വ്യക്തിപരമായിട്ട് KS ഹംസയും ചേർന്ന് നൽകിയ ഒരു ഹർജിയാണ്. രണ്ടാമത്തെ ഹർജിയിലെ പരാതിക്കാർ വഖഫ് ബോർഡിലെ അംഗങ്ങളായ ഉമർ ഫൈസി, A റഹീം MP, അഡ്വക്കേറ്റ് PU അലി, ഡോക്ടർ സറീന സലാം, ശ്രീമതി സുമിത നിസാഫ്, CK ഉസ്മാൻ ഹാജി എന്നിവരാണ്. വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 2 ഹർജിയിലെയും ഹർജിക്കാർക്ക്
വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അറിയിച്ചത്. ഉദാഹരണത്തിന് നമുക്ക് വഖഫ് ബോർഡ് ഫയൽ ചെയ്ത ഹർജിയിലെ ഗ്രൗണ്ട് നമ്പർ N എന്താണെന്ന് കാണാം. The petitioners herein are not against the constitution of the Waqf Board in accordance with Section 14 of the Umeed Act 1995, that it is the state government to nominate members to the Waqf Board and to appoint in accordance with the statutory provisions. അതായത് ഉമീദ് ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരമുള്ള 2 നോൺ മുസ്ലിമുകളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ് വഖഫ് ബോർഡും അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനായ KS ഹംസയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ കോടതിക്ക് പുറത്തു വന്നതിന് ശേഷം അതേ കാര്യം പറഞ്ഞുകൊണ്ട് VD സതീശൻ സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തെ അവർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇനി റഹീം ഉൾപ്പെടെയുള്ളവർ ഹർജിക്കാരായ രണ്ടാമത്തെ ഹർജിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഹർജിയിലെ ഗ്രൗണ്ട് Oയിൽ പറയുന്നത് നേരത്തെ ഈ വഖഫ് ബോർഡിൻ്റെ ഹർജിയിലെ ഗ്രൗണ്ട് Nൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഞങ്ങൾക്ക് 2 നോൺ മുസ്ലിമുകളെ ഈ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിൽ യാതൊരു എതിർപ്പും ഇല്ല എന്നാണ്. എന്നാൽ ആ ഹർജിക്കാരിൽ ഉമർ ഫൈസി മുക്കം ഒഴികെയുള്ള മറ്റെല്ലാ ഹർജിക്കാരും കോടതിക്ക് പുറത്തു വന്നിട്ട് പറയുന്നത് അവർ 2 നോൺ മുസ്ലിം മെമ്പർമാരെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിന് എതിരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഈ സതീശൻ സർക്കാർ അതേ കാര്യം പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്ത സത്യവാങ്മൂലം ഈ മുസ്ലിം സമൂഹത്തോട് ചെയ്ത കൊടും വഞ്ചനയാണെന്നാണ് അവർ പറയുന്നത്. മുസ്ലിമുകളുടെ താല്പര്യങ്ങളുടെ സംരക്ഷകനായി അവരുടെ ക്യാപ്റ്റനായി അഭിനയിച്ച് നടക്കുന്ന പിണറായി വിജയൻ പറയുന്നത് വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം മെമ്പർമാരെ നിയമിക്കാൻ പാടില്ല, സാധ്യമല്ല എന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞാടായ രാജ്യസഭ MP ആയ റഹീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിമുകളെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഒരു നിയമം നിലവിലുണ്ട്. അത് എല്ലാ പേർക്കും ഒരേ രീതിയിൽ ബാധകവും ആണ്. അതുകൊണ്ട് തന്നെ അഥവാ പിണറായി വിജയൻ ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്കിൽ പോലും അദ്ദേഹത്തിനും BD സതീശൻ ഫയൽ ചെയ്ത അതേ രൂപത്തിലുള്ള ഒരു സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെടേണ്ടി വരുമായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലും അതേ കാര്യം അദ്ദേഹത്തിന് പറയേണ്ടിയും വന്നേനെ. അതിനാൽ ഏവരും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ വ്യക്തിഗത നേട്ടങ്ങൾ മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലാതെ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനം അല്ല അവരുടെ ലക്ഷ്യം. വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നത് തെറ്റാണെങ്കിലോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിലോ അതിനുവേണ്ടി സമീപിക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ആണ്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന് മുന്നിൽ അത്തരത്തിൽ ഒരു ഹർജി പെൻഡിങ്ങും ആണ്. എന്നാൽ ഈ 2 അംഗങ്ങളെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് ആ ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞു കഴിഞ്ഞു. ആ ഹർജിയിൽ മറ്റനേകം ആവശ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രധാന ഹർജി ഇപ്പോഴും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ പരിഗണനയിൽ ആണ്. അവസാനം അന്തിമ വിധി വരുമ്പോൾ ഈ നോൺ മുസ്ലിമിനെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആർക്കും ആ ഒരു ഉത്തരവിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ഏവരും ഓർക്കേണ്ടതാണ്. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഏത് ബെഞ്ചായാലും അതിനെതിരെ ഒരു അപ്പീൽ ഫയൽ ചെയ്യുക സാധ്യമല്ല. മറിച്ച് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. ആ റിവ്യൂ പെറ്റീഷൻ കേൾക്കുന്നതും ഈ വിധി പറഞ്ഞ അതേ ബെഞ്ച് തന്നെ ആയിരിക്കും. അവിടെ മിക്കവാറും അത് തള്ളിപ്പോവുകയും ചെയ്യും. അതിനുശേഷം ഹർജിക്കാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, 15/9/2025 വഖഫ് ബോർഡിൽ നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പറഞ്ഞ കോടതി വിധി അത് അന്തിമം തന്നെ ആണ്, ആയിരിക്കുകയും ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ബോർഡ് പറയുന്നത് ഒരു റിലീജിയസ് എൻറ്റിറ്റി അല്ല, മറിച്ച് ഒരു മതേതര സർക്കാരിൻ്റെ ഒരു ഓർഗൻ മാത്രം ആണ്. കൂടാതെ വഖഫ് ബോർഡ് ഈ വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യം നടത്തുന്നില്ല. കൈകാര്യം നടത്തുന്നത് മുത്തവല്ലികൾ, അതാത് മുത്തവല്ലികൾ മാത്രമാണ്. വഖഫ് ബോർഡ് ചെയ്യുന്നത് ഈ മുത്തവല്ലികൾ ഈ വഖഫുകളുടെ പരിപാലനം നേരെ നടത്തുന്നു എന്നുള്ള ഒരു സൂപ്പർവൈസറി ഡ്യൂട്ടി മാത്രമാണ് ഈ വഖഫ് ബോർഡുകൾ ചെയ്യുന്നത്. അതിനാൽ എനിക്ക് റഹീം MP യോട് ആവശ്യപ്പെടാനുള്ളത് എത്രയും വേഗം അദ്ദേഹം പൊതുജന സമക്ഷം വന്നിട്ട്
വഖഫ് ബോർഡുകളിൽ 2 നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉള്ള നിലപാട് എന്താണെന്ന് വ്യക്തമായി പറയണം എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഈ 2 നോൺ മുസ്ലിമുകളെ ഈ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിൽ എതിർപ്പില്ല എന്നുള്ള കാര്യം അദ്ദേഹം പൊതുജനങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിലപാടിന് ഘടകവിരുദ്ധമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഈ എ റഹീം MP എടുത്ത നടപടിക്ക് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളണം എന്നും ഞാൻ ശ്രീ പിണറായി വിജയനോടും ആവശ്യപ്പെടുന്നു. മുസ്ലിം ഇതര അംഗങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും UDF സർക്കാരും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുന്നിലും സുപ്രീം കോടതിയുടെ മുന്നിലും എടുത്ത നിലപാടിന് അതിൻ്റെ പേരിൽ ആർക്കും അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ പാർട്ടികളുടെ താല്പര്യങ്ങൾ, നിലപാടുകൾ എന്തൊക്കെ തന്നെ ആയാലും അത്തരത്തിലുള്ള ഒരു തീരുമാനം മാത്രമേ ഈ സർക്കാരിന് കോടതി മുമ്പാകെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത് നിയമപരമാണ്. നിയമപരം അല്ലാത്ത ഒരു സ്റ്റാൻഡും ഒരു സർക്കാരിനും ഒരു കോടതിയുടെ മുന്നിലും എടുക്കാനും കഴിയില്ല. കഴിഞ്ഞ 22-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞങ്ങളുടെ ഹർജികൾ വീണ്ടും പരിഗണിച്ചിരുന്നു. നേരത്തെ സർക്കാർ ഫയൽ ചെയ്തിരുന്ന സത്യവാങ്മൂലം ഒരു ഖണ്ഡിക മാത്രം ഉള്ളതായിരുന്നു. അത് എല്ലാ 4 ഹർജികൾക്കും പൊതുവായ ഒരു സത്യവാങ്മൂലം ആയിരുന്നു. 22-ാം തീയതി കോടതി പറഞ്ഞു, ഇനി സർക്കാർ ചെയ്യേണ്ടത് ഈ 4 ഹർജികൾക്കും പ്രത്യേകം സത്യവാങ്മൂലം, എതിർ സത്യവാങ്മൂലം നൽകണം എന്നാണ്. അതിനു വേണ്ടിയിട്ട് 3 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം 4 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജികൾ വീണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിക്കും. എന്തായാലും ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നിയമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി ആയിരിക്കില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. കോടതി പറയും, തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് നിയമവിരുദ്ധമായ ഒന്നാണ്, അതുകൊണ്ട് അതിനെ പിരിച്ചുവിടാൻ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആവശ്യപ്പെടും. തുടർന്ന് VD സതീശൻ സർക്കാർ 11 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ ഈ ഉമീദ് ആക്ടിൻ്റെ സെക്ഷൻ 14 പറയും പ്രകാരമുള്ള ഒരു വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തായാലും അക്കാര്യങ്ങളൊക്കെ അടുത്ത 2 മാസത്തിനുള്ളിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.